കേൾക്കാമോ മാതാജി? കേൾക്കാമോ? കേൾക്കാം മാജി, കേൾക്കാം. ഓക്കെ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും സീരിയൽ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അതിചന്ദ്ര പ്രഭു വളരെ മനോഹരമായിട്ട് 9ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചു. ആ ചാപ്റ്ററിൽ, അതായത് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രമാണ്. ചൈതന്യ ചരിതാമൃതം മാത്രമല്ല, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നേരത്തെ പറയുന്നത് പോലെ ചൈതന്യ ഭാഗവതം എന്ന ആ ഒരു ഗ്രന്ഥത്തില് അദ്ദേഹത്തിന്റെ ബാല്യകാല ലീല ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. ചൈതന്യ ഭാഗവതമാണ് യഥാർത്ഥത്തിൽ, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്നെ പറയുന്നു, ചൈതന്യ ഭാഗവതമാണ് എല്ലാവരും എന്താണ് ഈ എന്റെ ബുക്കിനേക്കാൾ റിലീഷ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ഒരു ഓതറും സാധാരണ പറയുകയില്ല. എന്റെ ബുക്കാണ് മറ്റുള്ളതിനേക്കാൾ നല്ലത്, നിങ്ങൾ അത് വായിക്കണമെന്നാണ് സാധാരണ എല്ലാ ഓതേഴ്സും പറയുക. പക്ഷെ ഭക്തന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ മറ്റുള്ളവരെക്കാൾ താഴെയാണ് എന്ന് അവർ എന്ത് ചെയ്യും? എപ്പോഴും പ്രഖ്യാപിക്കും. അപ്പൊ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഞാൻ ചൈതന്യ ഭാഗവതത്തിന് ഒരു ചെറിയ തുടർച്ച മാത്രമാണ് എഴുതിയിരിക്കുന്നത്, ചൈതന്യ ഭാഗവതത്തിൽ പറയാത്ത കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വയസ്സായ സമയത്ത്, അതായത് ഒരുപാട് പ്രായമായിരിക്കുന്ന സമയത്താണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ പുസ്തകം എഴുതുന്നത്. പക്ഷെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ പുസ്തകം എഴുതുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഡെയ്റ്റീസ് വരെ, അതായത് ഭഗവാന്റെ വിഗ്രഹം, അർച്ചാവിഗ്രഹം വരെ അദ്ദേഹത്തിന് തന്റെ ഹാരം പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ബ്ലെസ്സിങ് നൽകുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ 8ാമത്തെ ചാപ്റ്ററിൽ കണ്ടു. 9ാമത്തെ ചാപ്റ്ററിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് കണ്ടത്, അല്ലെ? നിങ്ങൾക്ക് ഒരു ചെറിയ സംക്ഷിപ്തം നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ? കാരണം ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് പല ആൾക്കാരും ആദ്യമായിട്ട് കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്? കാരണം നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ സ്ഥിരം മിക്കവാറും എല്ലാവരും തന്നെ വായിക്കുകയും കേൾക്കുകയും സാമാന്യ ജനങ്ങൾക്കെല്ലാം എന്താണ് ഭാഗവതം എന്ന് കേട്ടുകേൾവി പോലും ഉണ്ട്. അതിൽ പല കഥകളും അവര് കാർട്ടൂണിലൂടെയും മറ്റും കണ്ടിട്ടുമുണ്ട്. ലിറ്റിൽ കൃഷ്ണ പോലെ പലതും വന്നിട്ട് കൺകോക്റ്റഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും എന്നാലും ചെറിയൊരു കഥാതന്തുവെങ്കിലും അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഡിവോട്ടീസിന്റെ ഇടയിൽ പോലും ചൈതന്യ ചരിതാമൃതം എന്ന പുസ്തകം വായിക്കുന്നവർ വിരളമാണ്. അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ്, ഇവരെ കുറിച്ച് ഡീപ്പായിട്ടുള്ള അറിവ് നമ്മുടെ ഇടയിൽ ആർക്കും തന്നെ ഇല്ല. ആർക്കും തന്നെ എന്ന് പറയാൻ പറ്റില്ല, ആചാര്യന്മാർക്കൊഴിച്ച്, നമ്മുടെ ഗുരുവൃന്ദത്തിനും ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് വളരെ അത്ഭുതകരമായ വസ്തുത, ചൈതന്യ മഹാപ്രഭുവിന്റെ മൂവ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ പരിശുദ്ധ ഭക്തിയുത സേവനം എന്ന് പറയുന്ന ആ ഒരു ട്രങ്ക്, അല്ല ട്രീ മീൻസ് ആ ഒരു വൃക്ഷം എന്ന് പറയുന്നത്, അതിന്റെ റൂട്ട്സും അതിന്റെ ട്രങ്കും അതിന്റെ ശാഖകളും എല്ലാം ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. അതിൽ നിന്നും ഫലം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വൃക്ഷത്തെ കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ അതൊരു നന്ദികേടാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു എന്ന ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച്, ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ, കാരണം മംഗളാചരണയിൽ തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി
ഒരുപാട് ഭഗവാന്റെ ആ ഒരു ചൈതന്യ മഹാപ്രഭു എന്ന കരുണ അവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ നന്ദി, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, ശ്രീല പ്രഭുപാദർ നമുക്ക് നൽകിയ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രോസസ്, പരിശുദ്ധ ഭക്തിയുത സേവനത്തിലേക്കുള്ള ആ പ്രോസസ്സിനെ നന്ദിപൂർവം നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇത് കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ഇസ്കോണിലല്ലാതെ വേറെ ആർക്കും വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, കാരുണ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് പ്രഭുപാദും നമ്മുടെ ഗുരുക്കന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെറിയ സേവനമായിട്ട് ചൈതന്യ ചരിതാമൃതം ഡെയിലി വായിക്കുക എന്നുള്ള സേവനം നമുക്ക് എല്ലാവർക്കും ചെയ്യാം. എല്ലാവരെയും അതിനുവേണ്ടി നമുക്ക് ഇൻസ്പയർ ചെയ്യാം, പ്രചോദിപ്പിക്കാം. അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാപ്റ്റർ 10 ആണ്, അതായത് 10ാമത്തെ അധ്യായം. പക്ഷേ കഴിഞ്ഞ തവണ കുറച്ച് ദിവസങ്ങളായിട്ട് 9ാമത്തെ അധ്യായത്തില് ട്രീ ഓഫ് ഡിവോഷണൽ സർവീസ്, അതായത് ഭക്തിയുത സേവനത്തിന്റെ വൃക്ഷം എന്ന ആ ഒരു ഭാഗത്തെ കുറിച്ചാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി സംസാരിച്ചത്. അതില് ചൈതന്യ മഹാപ്രഭു എന്ന ഒരു വലിയ വൃക്ഷത്തെ, അദ്ദേഹത്തിനെ ഒരു വലിയ വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം എന്ന് പറയുന്ന വലിയൊരു വൃക്ഷമാണ്. അതിന്റെ വൃക്ഷം മാത്രമല്ല, അതിനെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ഈ ഗാർഡനർ എന്ന് പറയും. അതായത് ഈ എന്താണ്, സൂക്ഷിപ്പുകാരൻ, പൂന്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ, മാലി എന്ന് നമ്മൾ എന്ത് പറയും, ഹിന്ദിയിൽ പറയും. പിന്നെ ആ സൂക്ഷിക്കുന്ന കൃഷ്ണപ്രേമം ഭഗവാൻ തന്നെ, പരിശുദ്ധ ഭക്തിയുത സേവനം കൊണ്ട് ലഭ്യമാകുന്ന കൃഷ്ണപ്രേമം എന്നത് ആര് തന്നെയാണ്? ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. അത് തരുന്നതും ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. അതിന്റെ ഉടമസ്ഥനും ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. അതിന്റെ സൂക്ഷിപ്പുകാരനും ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. കാരണം അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും അത് സൂക്ഷിക്കാനേ പറ്റുകയില്ല. ഇനി 2, അതിന്റെ മെയിൻ ട്രങ്ക്, അതിന്റെ ബ്രാഞ്ചസ്, പിന്നെ അതിന്റെ എല്ലാവർക്കും നൽകുന്ന ആളും, പിന്നെ അത് ഭക്ഷിക്കുന്ന ആളും അദ്ദേഹം തന്നെയാണ്. ഇതെല്ലാമാണ് ചൈതന്യ ട്രീ എന്ന പേരിൽ, ചൈതന്യ ട്രീ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു എന്ന വലിയ വൃക്ഷത്തിനെ കുറിച്ച് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി കഴിഞ്ഞ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ പ്രതിപാദിച്ചത്. അത് ആദ്യമായി അതിന്റെ ഫലം വന്നത് മാധവേന്ദ്രപുരിയുടെയും ഈശ്വരപുരിയുടെയും ഹൃദയത്തിലായിരുന്നു എന്ന് നിങ്ങൾ കേട്ടു. അതിനുശേഷം 9 സന്യാസിമാർ, പരമാനന്ദപുരി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള 9 സന്യാസിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടു. പിന്നെ അതിന്റെ മെയിൻ ട്രങ്ക് എന്ന് പറയുന്ന അദ്വൈതാചാര്യ, നിത്യാനന്ദ, ഈ വ്യക്തിത്വങ്ങളെ കുറിച്ച് കേട്ടു. ഇനി അതെല്ലാം എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നു, ഇത് ഒരു അലൗകിക വൃക്ഷമാണ്, ഞാൻ ഇതിന്റെ സൂക്ഷിപ്പുകാരനാണ്. പക്ഷെ എനിക്ക് ഈ ഫലങ്ങളെല്ലാം ഒരുമിച്ച് തനിയെ ഭക്ഷിക്കാൻ കഴിയുകയില്ല. അത് മാത്രമല്ല, അലൗകികമായതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും എത്തണമെന്ന് എന്റെ ആഗ്രഹമാണ്, എന്നാലേ എനിക്ക് സന്തോഷമാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ആ വേഴ്സും നമ്മൾ കേട്ടത്, ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യ ജന്മയായ ജന്മസാർത്ഥകരി കര പര ഉപകാരം. ഭാരതവർഷത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ വളരെയധികം ഭാഗ്യവാന്മാരാണ്. അവർക്ക് ഈ ഒരു ഫലത്തിനെ ലഭിച്ചിരിക്കുന്നു. സ്വന്തമായിട്ട് മാത്രമല്ല ആ ഫലത്തിനെ ഭക്ഷിക്കേണ്ടത്, ആ ഫലത്തിനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഭക്ഷിച്ച് അതിന് ടേസ്റ്റ് നോക്കാതെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ആ ഫലത്തിന് എന്താണ് ടേസ്റ്റ് എന്ന് അറിഞ്ഞാലല്ലേ അതിനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നല്ല മധുരമാണ്, നല്ലതാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യ ജന്മയാല ജന്മസാർത്ഥകരി. ആദ്യമായിട്ട് നിങ്ങളുടെ ജന്മം സാർത്ഥകമാക്കണമെങ്കിൽ ആ ഫലത്തിന്റെ മധുരം എന്താണെന്ന് നിങ്ങൾ അറിയണം. പരിശുദ്ധ ഭക്തിയുത സേവനം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം പര ഉപകാരം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യേകതയുള്ള വളരെ മനോഹരമായിട്ടുള്ള വേഴ്സ്, പലപ്പോഴും പ്രഭുപാദ് കോട്ട് ചെയ്യുന്ന വേഴ്സും നമ്മൾ കേട്ടു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം അനുസരിച്ച്, ആ വൃക്ഷത്തിന്റെ സൂക്ഷിപ്പുകാരന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഈ ഭക്തന്മാർ വന്നിട്ട് ഈ പ്രേമഫലത്തിനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ
ആ പാർട്ടാണ് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എവിടെ കണ്ടത്, അതിചന്ദ്ര പ്രഭു നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനോട് ദേഷ്യമുണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ആ ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തന്മാർ ദൃഷ്ടാന്തം കാണിച്ചു. കാരണം ഭക്തന്മാർ പര ഉപകാരികളാണ്, പര ദുഃഖികളാണ്, ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറില്ല എന്നൊക്കെ കണ്ടു. അപ്പോ ഈ ഫലം സ്വീകരിച്ച് എല്ലാവരും സന്തുഷ്ടവാന്മാരുമായി, അത് മാത്രമല്ല ഉന്മത്തരുമായി ഭക്തിയിൽ എന്നാണ് അവസാനം അദ്ദേഹം നിർത്തിയത്. അവസാനം രൂപ രഘുനാഥന്മാരോടുള്ള പ്രേയേഴ്സ് കൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ ഒന്നാമത്തെ, അതായത് പത്താമത്തെ ചാപ്റ്റർ. എന്താണ് പത്താമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഒരുപാട് വ്യക്തികളുടെ പേരുകളാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്ററാണ്. പക്ഷെ എന്നാലും ഒരുപാട് ഭക്തന്മാരുടെ പേരുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാകേണ്ടതാണ്. കാരണം ഈ ഭക്തന്മാരാണ് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ചേർന്ന് ഈ പരിശുദ്ധ ഭക്തി എന്ന വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന കൃഷ്ണപ്രേമം എന്ന ഫലത്തെ നമുക്ക് എല്ലാവർക്കും തന്നത്. അവരില്ലായിരുന്നുവെങ്കിൽ എത്രയധികം ആൾക്കാരിൽ ഈ ഫലം എത്തുകയില്ലായിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇവരുടെ പേരുകൾ എന്ന് പറയുന്നത് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല, മനസ്സിലാക്കി വെക്കുക മാത്രമാണ് വേണ്ടത്. കാരണം എന്താണ്, ഈ പേരുകൾ നമ്മൾ ഇനിയും കേൾക്കും. ചൈതന്യ ചരിതാമൃതം മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുത്താൽ മതി. ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ പേരുകൾ ഇനിയും കേൾക്കും. അപ്പോ ആ പേരുകൾ ആരാണ്, എന്താണ് ചൈതന്യ മഹാപ്രഭുവും അവരും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതില് ആദി ലീല പത്താമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അതിന്റെ പേര് ട്രങ്ക്, ബ്രാഞ്ചസ് ആൻഡ് സബ് ബ്രാഞ്ചസ് ഓഫ് ചൈതന്യ ട്രീ എന്നാണ്. അതായത് അതിന്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള തടി, അതിന്റെ ബ്രാഞ്ചസ് ആൻഡ് സബ് ബ്രാഞ്ചസ്. ചൈതന്യ മഹാപ്രഭു എന്ന ആ ഒരു വലിയ വൃക്ഷത്തിന്റെ ആ ഒരു ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക്. ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭുവിന് 3 സ്ഥലത്ത്, അതായത് അദ്ദേഹത്തിന്റെ ലീലകൾ നടക്കുന്നത് മെയിൻലി 3 സ്ഥലത്തായിട്ടാണ്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഒറീസ, ബംഗാൾ. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ജഗന്നാഥപുരി. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വാരണാസി. ഈ 3 ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ബ്രാഞ്ചസ്, അതായത് അസോസിയേറ്റ്, ചൈതന്യ ട്രീയുടെ ബ്രാഞ്ചസിനെ ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. അപ്പൊ ആദ്യത്തെ ഒറീസ, ബംഗാൾ, 2 ജഗന്നാഥ്പുരി, 3 വാരണാസി. ഈ 3 പേരുകളും നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിലുള്ള 3 പുണ്യസ്ഥലങ്ങളാണ് ഇതെല്ലാം. ഒറീസയിലും ബംഗാളിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ ജഗന്നാഥ്പുരിയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകം ചില ഒറീസയിൽ വരുന്നതാണ് ജഗന്നാഥ്പുരി, എങ്കിലും പ്രത്യേകം ഡിവോട്ടീസിനെ കുറിച്ച് ജഗന്നാഥ്പുരിയിലെ കുറിച്ച് പറയുന്നു. പിന്നെ വാരണാസിയിലെ ഡിവോട്ടീസിനെ കുറിച്ച് പറയുന്നു. അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്രീ ചൈതന്യ പദാംഭോജ മധുപേഭ്യോ നമോ നമഃ. കഥാഞ്ചിത് ആശ്രയാദിയേഷാം സ്വാപി തത് ഗന്ധഭാഗ് ഭവേത്. ശ്രീ ചൈതന്യ പദാംഭോജ മധുപേഭ്യോ നമോ നമഃ. കഥാഞ്ചിത് ആശ്രയാദിയേഷാം സ്വാപി തത് ഗന്ധഭാഗ് ഭവേത്. ശ്രീ ചൈതന്യ പദാംഭോജ മധുപേഭ്യോ നമോ നമഃ. കഥാഞ്ചിത് ആശ്രയാദ്യേഷാം ശ്വാപി തത് ഗന്ധഭാഗ് ഭവേത്. ഇത് ഒരു പ്രെയർ ആണ്. അതായത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ തന്റെ പ്രണാമങ്ങൾ പല വ്യക്തിത്വങ്ങൾക്കും അർപ്പിക്കുന്നു. അപ്പൊ ആദ്യത്തെ പ്രണാമം അർപ്പിക്കുന്നത് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, ആ പാദപങ്കജങ്ങളിലെ തേൻ നുകരുന്ന മധുപേഭ്യോ എന്നാണ് പറയുന്നത്. മധു എന്ന് പറഞ്ഞാൽ ഹണി, പേയ എന്ന് പറഞ്ഞാൽ കുടിക്കുക, മധുപേഭ്യ എന്ന് പറഞ്ഞാൽ മധു നുകരുന്നത്. ആരാണ്? തേനീച്ച അല്ലെങ്കിൽ
വണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇത് രണ്ടും ഏകദേശം ഒരേപോലുള്ള പ്രയോഗങ്ങളായിട്ട് കാണുന്നു. പ്രത്യേകത എന്താണ്? അവരെയാണ്. അവര് ചെറുതും വലുതും ഒക്കെ ആകാം. പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ആ പലതരത്തിലുള്ള ഭക്തന്മാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. എല്ലാവർക്കും ഒരുമിച്ചാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. കാരണം എന്താണ്? ഈ ഭക്തന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഥാഞ്ചിത് ആശ്രയാത് യേശാം. ആശ്രയ, അവരെ അഭയം പ്രാപിക്കുക. യേശാം, ആരാണോ അവരെ അഭയം പ്രാപിക്കുന്നത്. കഥാഞ്ചിത്, പൂർണ്ണമായിട്ടും ജീവിതകാലം മുഴുവൻ അവരുടെ കാൽക്കൽ പോയി ഇരിക്കണം എന്ന് നിർബന്ധമില്ലാത്രേ. ചെറുതായിട്ട് പോലും അവരുടെ ആശ്രയം സ്വീകരിച്ചാൽ മതി. അതാണ് കഥാഞ്ചിത് എന്ന് പറയുന്നത്. കഥാഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു എൻഡവർ മാത്രം മതി, നമ്മുടെ സ്ഥാനത്തു നിന്നുള്ള പ്രയത്നം മാത്രം മതി. അവരുടെ കാൽപാദങ്ങളിലെ മധുവിന്റെ പ്രത്യേകത എന്താണെന്ന് അവരുടെ എന്താണ് ആ ഡിവോട്ടീസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവര് ആരിലാണോ കരുണ കാണിക്കുന്നത്, ഈവൻ മനുഷ്യന്മാര് തന്നെ ആവണം നിർബന്ധമില്ല, മൃഗങ്ങൾക്ക് പോലും ഭക്തി ലഭിക്കും എന്ന് പറയും. എന്താണ്? ശ്വാപി തത് ഗന്ധഭാഗ് ഭവേത്. ശ്വാപി, ശ്വാനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നായ, അല്ലെ? നായയ്ക്ക് പോലും, നായ എന്ന് പറയുന്ന പ്രഭുപാദ് ഇവിടെ അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ നായ എന്ന് പറഞ്ഞിരിക്കുന്നത്? മൃഗങ്ങളില് നായയ്ക്ക് എന്താണ് പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാല്, നായയ്ക്ക് ഒരു ഡിവോട്ടി ആകാൻ ഒരിക്കലും ആവൂല എന്നാണ് പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നത്. കാരണം എന്താണ്? അതിന് ഒരു റെസ്പെക്റ്റും ഇല്ല. കാരണം ഏറ്റവും എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രസാദം, ഭോഗ, ഭഗവാനുള്ള ഭോഗ, അത് ഒരു ശ്വാനൻ കണ്ടാൽ തന്നെ അതിനെ അൺഓഫറബിൾ ആയി മാറും. അതായത് നായയ്ക്ക് ഒരിക്കലും ഒരു ഭക്തനായി മാറാൻ കഴിയുകയില്ല എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. പക്ഷെ പ്രത്യേകിച്ചും അത് കാണുന്നിടത്തെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? മൂത്രമൊക്കെ ഒഴിച്ചു വെക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം നായയുടെ സ്വഭാവം എങ്ങനെയാണ്. അൺക്ലീൻ ആയിട്ടുള്ള ഒരു മൃഗമായിട്ടാണ് കണക്കാക്കുന്ന നായയെ. ഭയങ്കര ലോയൽ ഒക്കെയാണ്. പക്ഷെ എന്നാലും ഭക്തന്മാരുടെ കാര്യം, അല്ലെങ്കിൽ ഭഗവാന്റെ, അല്ലെങ്കിൽ എന്താണ് അർച്ചനയുടെ, അർച്ചാവിഗ്രഹത്തിന്റെ ഒക്കെ കാര്യം വരുമ്പോ നായ എന്ന് പറയുന്നത് വളരെയധികം മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആനിമലാണ്. ഒരിക്കലും ഒരു തുളസിയെ പ്രദക്ഷിണം ചെയ്യുകയോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് കണ്ടിടത്തെല്ലാം മൂത്രമൊഴിച്ചു വെക്കുന്നത് ആയതുകൊണ്ട് തുളസി മഹാറാണിയുടെ മേലെ പോലും അത് മൂത്രമൊഴിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു നായ എന്ന് പറയുന്നത് ഭക്തനാവാൻ സാധ്യതയില്ല എന്ന് പ്രഭുപാദ് പറയുന്നു. പക്ഷേ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള, എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങ് അറ്റത്തെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പ്രഭുപാദ് പറയുകയാണ്, അയാളെ പോലും ഭക്തനാക്കാൻ പറ്റും. ആർക്ക്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്ക്. കാരണം എന്താണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരുടെ കയ്യിലുള്ള ആ പ്രേമഫലം എന്ന് പറയുന്നത് അത്ര മധുരമുള്ളതാണ്. അത് ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ഭക്തനായിട്ട് മാറും. അത് നായയല്ല, മനുഷ്യനല്ല, ഇനി എന്ത് തരത്തിലുള്ള സ്പീഷീസ് ആണെങ്കിലും പോലും അവർ ഭക്തരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് 2 കാര്യങ്ങൾ പറഞ്ഞു. ശിവാനന്ദ സേന എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹം ജഗന്നാഥപുരിയിലേക്ക് പോകുമ്പോ ഒരു നായയെ കണ്ടു. അദ്ദേഹം ആ നായയ്ക്ക് പ്രസാദം കൊടുത്തു. അവസാനം ജഗന്നാഥപുരിയിൽ എത്തുമ്പോഴേക്കും ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോ ആ നായയ്ക്ക് മുക്തി ലഭിക്കുകയുണ്ടായി. വളരെ അപൂർവമായിട്ടുള്ള കാര്യം. നായ എങ്ങനെയാണ് ഭക്തനായതെന്ന് നമുക്കറിയില്ല. പ്രസാദത്തിന്റെ ഗുണമാണ്. ഇനി വേറെയും പറയുന്നുണ്ട്. ശ്രീവാസ് ഠാക്കൂർ, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന വട്ടിയും പൂച്ചയും പോലും ലിബറേറ്റഡ് ആയി എന്ന്, മോക്ഷം പ്രാപിക്കുന്നു എന്ന് പ്രഭുപാദ് ഇവിടെ തന്റെ പെർപ്പട്ടില്, അല്ലെങ്കിൽ തന്റെ ഭാവാർത്ഥത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞതിന്റെ, നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇതെന്താണ്? അവര് മധുഭേഭ്യ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ എന്ന് പറയുന്നത് ഒരു താമരപ്പൂവ് പോലെ മനോഹരമാണ്. ആ താമരപ്പൂവില് വന്നിട്ട് അതിന്റെ മാധുര്യം നുകരുന്ന വണ്ടുകളാണ്. ഈ വണ്ടുകള് തനിക്ക് വേണ്ടിയല്ല ആ മാധുര്യം നുകരുന്നത്, എല്ലായിടത്തും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വണ്ടുകൾ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ എന്ന് പറയുന്ന ഈ വണ്ടികൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളും കുറച്ച് സ്വീകരിച്ചാൽ, നമ്മൾ എത്ര തന്നെ അധമനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി, അതിപ്പോ നായയാ പോലെ ഡോഗ് ലൈക്ക് നോൺ ഡിവോട്ടി എന്നാണ്.
എന്താണ്? But Sri Chaitanya Mahaprabhu Sankirtana movement is so strong that even a dog-like non-devotee can gradually become a devotee by the association of Lord Chaitanya. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്കറിയില്ല. എല്ലാ കാര്യത്തിനും തെറ്റും കുറ്റവും കണ്ടുപിടിക്കുന്ന സ്വഭാവമാണ് നമ്മളുടെ എല്ലാവരുടേതും. പക്ഷേ അങ്ങനെയുള്ള നമ്മളുടെ ഹൃദയത്തിൽ പോലും ചൈതന്യ മഹാപ്രഭു കാരുണ്യം കാണിക്കുന്നു. എങ്ങനെ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ കൂടെ. ചൈതന്യ മഹാപ്രഭു എപ്പോഴാണ് ജീവിച്ചിരുന്നത്? 500 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നും വന്ന ആ ബ്രാഞ്ചസിൽ നിന്നും വന്ന ആ ഒരു പരമ്പരയാണ് ഇപ്പോൾ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഭക്തിയുത സേവനത്തിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ശ്രീല പ്രഭുപാദരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വന്നിട്ട് ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വരുന്ന ബ്രഹ്മമാധവ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വരുന്ന ആ ശുദ്ധ ഭക്തന്മാരാണ് നമ്മൾക്ക്. നമ്മളാരാണ്? ഡോഗ് ലൈക്ക് നോൺ ഡിവോട്ടി. പക്ഷെ നമ്മളെയും ഭക്തന്മാരാക്കാൻ ആർക്ക് കഴിയും? അവർക്ക് കഴിയും. അതുകൊണ്ട് അവരുടെ പാദങ്ങളിൽ വന്നിട്ട് നമ്മൾ അഭയം പ്രാപിക്കണം. ഇതാണ് ഈ ഒന്നാമത്തെ മംഗളാചരണ, അതായത് ഒബീസെൻസസ്, അതിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. അടുത്ത ശ്ലോകം. ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗോരഭക്ത വൃന്ദ. ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗോരഭക്ത വൃന്ദ. എന്താണ് ചൈതന്യ അടുത്തത് ഏറ്റവും കൂടുതൽ പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത് പഞ്ചതത്വ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ മഹാപ്രഭു, അദ്വൈത ആചാര്യ, പിന്നെ ബാക്കിയുള്ള ശ്രീവാസ് ഠാക്കൂർ ആൻഡ് ഗദാധര പണ്ഡിറ്റ്, ഇവരെ എല്ലാവരെയും ഒന്നുകൂടി അദ്ദേഹം പ്രണമിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എല്ലാ ചാപ്റ്ററിന്റെ ആദ്യത്തിലും ഇങ്ങനെ മംഗളാചരണ ചെയ്യുന്നത്? ഈവൻ കഴിഞ്ഞ ഈ ആദിലീലയില് ഇപ്പോഴത്തെ നമ്മൾ കാണാൻ പോകുന്ന 10 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 10 ചാപ്റ്ററിനകത്ത് ആദ്യത്തെ 7 ചാപ്റ്ററും മംഗളാചരണയുടെ. മംഗളാചരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ഒബീസൻസ് ആണ്, പ്രാർത്ഥനയാണ്. ഈ മംഗളാചരണ എന്തുകൊണ്ടാണ് ഇത്ര എലേബറേറ്റ് ആയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് അറിയാം, കാരുണ്യം എന്ന് പറയുന്നത് നന്ദി കൂടി പ്രകാശിപ്പിച്ചാൽ മാത്രമേ ഭഗവാൻ നമുക്ക് തരികയുള്ളൂ. നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം പ്രകടിപ്പിക്കുക എന്ന ആ ഒരു കർത്തവ്യം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കാരുണ്യത്തില് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ എന്തായി മാറും? ഈ ഒരു അഹങ്കാരികളായിട്ട് മാറും. ഈ കാരുണ്യത്തിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, പക്ഷെ അതിന് തിരിച്ച് ആരാണോ നമുക്ക് കാരുണ്യം തന്നത് അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾക്ക് പലപ്പോഴും ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ എന്തുണ്ടാകും? എക്സാമ്പിൾസ് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ആരിൽ നിന്നൊക്കെ കാരുണ്യം സ്വീകരിച്ചിരിക്കുന്നു, ആദ്യത്തെ കാലത്ത് നമ്മളെ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന പലരും അവരന്ന് നമ്മൾക്ക് ചെയ്ത പല കാരുണ്യവും നമ്മൾ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ടാകും, അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ചില സന്ദർഭങ്ങളില് അവരെന്തെങ്കിലും തരത്തില് അവരറിയാതെയാണോ അതോ എന്തെങ്കിലും സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണോ, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു ഫോൾട്ട് അവര് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നും അത് ഫോൾട്ട് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഭക്തൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ അറിയാൻ മേലാതെ നമ്മൾക്ക് തോന്നുന്നു അതൊരു ഫോൾട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പെരുമാറിയത് കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ അവരോട് കുറച്ച് ഈർഷ്യയുള്ളവരായിട്ട് മാറാൻ സാധ്യത. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സിനെയും നിരന്തരം എല്ലാ ചാപ്റ്ററിലും വന്നിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പ്രണമിക്കുകയാണ്. കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർ തന്നിരിക്കുന്ന ആ കാരുണ്യത്തെ നമ്മൾക്ക് 100% മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആ ഒരു സ്ഥാനത്ത് അവർ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു മേഴ്സി അവർക്ക് നമ്മൾക്ക് നന്ദിയോടുകൂടി നമ്മൾ സ്മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോകും തോറും എന്തുണ്ടാകും? അഹംഭാവം ഉണ്ടാകും. ഇതെല്ലാം ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയതാണ് എന്നുള്ള അഹംഭാവം ഉണ്ടാകും. അപ്പൊ നന്ദി എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കുന്നത് ഈ മംഗളാചരണയിലൂടെയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ്, അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭക്തന്മാരോടും ഈ പ്രകാരം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്റെ ഒബീസൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ശ്ലോകം.
ಏಯಿ ಮಾಲಿರ ಏಯಿ ವೃಕ್ಷೇರ ಅಗತ್ಯ ಕಥನ ഏവേഷുന മുഖ്യ ശാഖാര നാമ വിവരണ. എന്താണ് പറയുന്നത്? ഏയി മാലിര ഏയി വൃക്ഷേര അകഥ്യ കഥന ഏവേഷുന മുഖ്യ ശാഖാര നാമ വിവരണ. എന്താണ്? ഈ മാലീര, മാലി എന്നാൽ ആരാണ്? ഗാർഡനർ, നമുക്കറിയാം, സൂക്ഷിപ്പുകാരൻ അല്ലെ, പൂന്തോട്ടം സൂക്ഷിക്കുന്ന ആൾ. ഏയ് വൃക്ഷേര, ഈ വൃക്ഷത്തിന്റെയും ഈ പൂന്തോട്ടം സൂക്ഷിക്കുന്ന ആളുടെയും, ആരാണത്? ചൈതന്യ മഹാപ്രഭു. അകഥ്യ കഥന, അതിനെ വർണ്ണിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ പൂർണ്ണമായിട്ടും വർണ്ണിക്കാൻ ആർക്കും സാധിക്കുകയില്ല. തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആര് പറയുന്നത്? കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. ഈ ചൈതന്യ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുഴുവൻ ബ്രാഞ്ചസിനെയും എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ എനിക്ക് പറ്റുകയില്ല. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുകയാണ്. ഏവേഷുന മുഖ്യ ശാഖാര നാമവിവരണ. അപ്പൊ എന്ത് പറയും? മുഖ്യ ശാഖാര, അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ മാത്രം ഞാന് പറഞ്ഞു തരാം. അതായത് ആരാണ് ഈ ചൈതന്യ ട്രീനെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഭക്തന്മാർ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുകയാണ്. അതിൽ ഒരുപാട് കോടിക്കണക്കിന് ഭക്തന്മാർ തങ്ങളുടെ സേവനം അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരോ ആൾക്കാരെയും എടുത്തു പറയുക എന്നുള്ളത് ഈ പുസ്തകത്തിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരിൽ ഏതാനും പേരുകളുടെ മുഖ്യ ശാഖാര നാമ വിവരണ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ചാപ്റ്റർ. അടുത്ത ശ്ലോകം. ചൈതന്യ ഘോഷാനിരായത പാരിഷദ ഛായ ഗുരു ലഘു ഭാവ തന്ത്ര നഹായ നിശ്ചയ. ചൈതന്യ ഘോഷാനിരായത പാരിഷദ ഛായ ഗുരു ലഘു ഭാവ തന്ത്ര നഹായ നിശ്ചയ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ചൈതന്യ ഘോഷാനി. ആരാണ് ചൈതന്യ ഘോഷാനി? ചൈതന്യ മഹാപ്രഭു. ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പ്രഭുപാദ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഗോസ്വാമി എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ ഗോസ്വാമി, അതായത് സുപ്രീം സ്പിരിച്വൽ മാസ്റ്റർ. ആരാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്തിരസാമൃത സിന്ധുവിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആരാണോ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന അവർക്ക് ലോകം മുഴുവനും ശിഷ്യന്മാരുണ്ടാക്കാനുള്ള, അതായത് അവർ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആകാനുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭു ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സ്പിരിച്വൽ മാസ്റ്റർ ആണ്. കൃഷ്ണപ്രേമം ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഭക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഫലം എന്താണ് എന്ന് ചൈതന്യ മഹാപ്രഭു ആണ് നമ്മൾക്ക് കാണിച്ചു തന്നത്. മാത്രമല്ല അത് എല്ലാവർക്കും തരികയും കൂടി ചെയ്തു. ഫ്രീ ആയിട്ട് തരികയും കൂടി ചെയ്തു. ഒരു കണ്ടീഷനും ചൈതന്യ മഹാപ്രഭുവിന് ഇല്ലായിരുന്നു. നാമം ജപിക്കുക മാത്രം ചെയ്യുക, പരിശുദ്ധ ഭക്തിയുദ്ധ സേവനം ചെയ്യുക, ഇത് രണ്ടും മാത്രം മതിയായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. അത് ആരായാലും പതീത പാവന അല്ലെ, എന്താണ്, നമ്മളുടെ ജഗായി മഥായിയെ പോലെ അത്രയും എന്താണ് അൺകൾച്ചേർഡ്, അതായത് സംസ്കാരമേ ഇല്ലാത്ത തരത്തിലുള്ള ആൾക്കാർക്ക് വരെ അദ്ദേഹം തന്റെ ആ പരിശുദ്ധ ഭക്തിയുടെ ഫലത്തിനെ കൊടുത്തിരിക്കുന്നു. അപ്പോ അദ്ദേഹം സുപ്രീം സ്പിരിച്വൽ മാസ്റ്റർ ആണ്. ചൈതന്യ ഘോഷാനിര യഥ പാരിഷദ ഛായ. പാർഷദന്മാർ, പാരിഷദ എന്ന് പറഞ്ഞാൽ പാർഷദന്മാർ. നമ്മൾ കേട്ടിട്ടുണ്ട് പദം. വിഷ്ണു പാർഷദന്മാർ, ശിവപാർഷദന്മാർ. ആരാണോ അവരോടൊപ്പം ഏറ്റവും കൂടുതൽ എപ്പോഴും നിരന്തരം അസോസിയേറ്റ് ചെയ്യുന്നത് അവരെ പാർഷദന്മാരെന്ന് പറയും. അപ്പോ ചൈതന്യ ഗോസ്വാമി, അതായത് ചൈതന്യ മഹാപ്രഭു എന്ന സുപ്രീം സ്പിരിച്വൽ മാസ്റ്ററിന്റെ പാരിഷദ ഛായ, അവരുടെ പാർഷദന്മാരെ കുറിച്ച് എന്തു പറയാനാണ് നമ്മളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ഗുരു ലഘു ഭാവ തന്ത്ര നഹായ നിശ്ചയ. എന്ത് പറയും? ഗുരു ലഘു ഭാവ തന്ത്ര നഹായ നിശ്ചയ. നോക്കൂ, നിങ്ങൾ ഒരുപാട് ഭക്തന്മാരെ കുറിച്ച് കേൾക്കും. ഒരുപാട് ഭക്തന്മാരെ കുറിച്ച് കേൾക്കും. ഇവരില് ഭക്തിയിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്, ഭക്തിയിൽ ആരാണ് അവരെക്കാളും താഴ്ന്നു നിൽക്കുന്നത് എന്ന് ചിന്തിക്കാനേ പാടില്ല എന്നാണ് ആദ്യമേ തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞു തരുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഗുരു ലഘു ഭാവ ന ഹോയ നിശ്ചയ. ഇവരിൽ ആരാണ് കൂടുതൽ ഭക്തിയുള്ളത്, ആരാണ് അത്രയും ഭക്തി ഇല്ലാത്തത് എന്ന്
ചിന്തിക്കുകയേ ചെയ്യരുത്. ഈ പാസ്റ്റ് ടൈംസ് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തോന്നും. ചൈതന്യ ചരിതാമൃതം പുരോഗമിക്കുമ്പോൾ പല ഭക്തന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ആ ലീലകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, അതെന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞു? അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തനല്ലായിരുന്നു. ഇനി മറ്റേ ഭക്തൻ അദ്ദേഹത്തെക്കാളും ഉന്നത ഭക്തനായിരിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നാണ്. കാരണം വൈഷ്ണവ ആചാര്യന്മാരില് ജാതിയോ നിറമോ അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ജനിച്ച സ്ഥലമോ ഒന്നും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ചെയ്യുന്നത് അപരാധമാണ്, വൈഷ്ണവ അപരാധമാണ്. ഒരാൾ ഏത് കുലത്തിൽ ജനിച്ചാലും, ഏത് വസ്ത്രം ധരിച്ചാലും, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും, ഏത് തരത്തിലുള്ള വർണ്ണമാണ് ശരീരത്തിനെങ്കിലും ഭൗതികമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളും വൈഷ്ണവരിൽ പ്രായോഗികമല്ല. അല്ലെങ്കിൽ വൈഷ്ണവരിൽ വന്നിട്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അവരെ വേർതിരിച്ച് കാണുക എന്ന് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മൾ വേൾഡ് വൈഡ് ഒരു മൂവ്മെന്റ്, അതായത് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എവിടൊക്കെ ജനങ്ങളുണ്ടോ അവിടെയെല്ലാം ശില പ്രഭുപാദ് തന്റെ മൂവ്മെന്റിനെ, അതായത് ഈ ഇസ്കോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൃഷ്ണോപബോധ സമിതിയുടെ ഒരുപാട് അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പലതരത്തിലുള്ള ആൾക്കാരുമുണ്ട്. നമ്മളെ പോലെയുള്ള വർണ്ണമുള്ളവർ ആയിരിക്കില്ല, നമ്മളെ പോലെയുള്ള ഭാഷയോ സംസ്കാരമോ ഭക്ഷണ രീതികളോ ഉള്ള ആൾക്കാരായിരിക്കുകയില്ല. ഭാരതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഈ എന്താണ്, എനിക്കാണ് മുൻപന്തി, മറ്റുള്ളവരെല്ലാവരും മ്ലേച്ഛന്മാരാണ് എന്ന് ചിന്തിക്കുന്ന പ്രവണത ഒരു ഭക്തന് നല്ലതല്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു അസോസിയേറ്റ്സിനെ ഗുരു ലഘുഭാവം കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശീല പ്രഭുപാദ് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണ്? ഇസ്കോൺ എന്ന് പറയുന്ന ആ വലിയ ഒരു ഭൂമിയിലെമ്പാടും പരന്നു കിടക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഭക്തന്മാരെ നമ്മൾക്ക് കാണാൻ കഴിയും. ആ തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള വർണ്ണത്തിന്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ ഡിസ്ക്രിമിനേഷനില് ഇയാൾ വലുത്, ഇയാള് അയാളെക്കാൾ ചെറുത്, അല്ലെങ്കിൽ ഭക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നയാൾ ഭക്തിയിൽ പിന്നിട്ട് നിൽക്കുന്നയാൾ എന്ന് ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ ആ തരത്തിൽ ഭേദഭാവം കാണരുത് എന്നാണ് ഈ ഒരു ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. യതയത മഹാന്ത കൈല താൻ സബാര ഗണന കേഹ കരിബാരെ നരെ ജ്യേഷ്ഠ ലഘുക്രമ. യതയത മഹാന്ത കൈല താൻ സബാര ഗണന കേഹ കരിബാരെ നരെ ജ്യേഷ്ഠ ലഘുക്രമ. എന്താണ് പറയുന്നത്? യഥ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ആൾക്കാരും മഹാന്ത, ഗ്രേറ്റ് ഡിവോട്ടീസ്, വളരെ ഉന്നതമായിട്ടുള്ള ഭക്തന്മാരാണ്. ആര്? എല്ലാവരും, താൻ സബാരഗണം, എല്ലാവരും തന്നെ. കേഹ കരിബാരെ നാരെ ജ്യേഷ്ഠ ലഘുക്രമ. അതിൽ ജ്യേഷ്ഠ ലഘു അല്ലെങ്കിൽ വലുത് ചെറുത് എന്ന് പറയുന്നത് എന്നല്ല, പോസിബിളേ അല്ല. All the great personalities in the line of Chaitanya, Lord Chaitanya enumerated these devotees, but they could not distinguish between the greater and the lesser. പല ആചാര്യന്മാരും ഈ ഡിവോട്ടീസിനെ കുറിച്ച് പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇവര് വലുത് ചെറുത് എന്നുള്ളത് അവർ ചെയ്തിട്ടുമില്ല, നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക്, അതായത് ഈ 2 ശ്ലോകങ്ങളില് ഒരിക്കലും നമ്മൾ വൈഷ്ണവന്മാരെ ഒരു തരത്തിലുമുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കൂടെ സേവനം ചെയ്യുന്ന ഓരോ ഭക്തരും വരുന്ന ജീവിത സാഹചര്യങ്ങളും അവരുടെ നിറവും അവരുടെ ഭാഷയും വർണ്ണവും എല്ലാം വ്യത്യസ്തമായിരിക്കാം. ഭക്തിയുടെ പക്വമായിട്ടുള്ള അവസ്ഥ മാത്രം ഒന്നും വ്യത്യാസം വരും. പക്ഷേ അവര് നമ്മളെക്കാൾ മികച്ച ഭക്തന്മാരായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും മറ്റു ഭക്തന്മാരോട് ഇടപഴകുമ്പോൾ ഭേദഭാവം വരാതെ സൂക്ഷിക്കുക എന്നത് ഒരു പക്വമായിട്ടുള്ള ഭക്തിയുള്ള ഒരു ഭക്തന്റെ ഉത്തരവാദിത്വമാണ്. ഡിസ്ക്രിമിനേഷൻ, ഇത് ഇയാൾ അങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ് എന്നുള്ള ചിന്ത പക്വമായിട്ടുള്ള ഭക്തിയുള്ള ഒരു ഭക്തന്റെ പ്രത്യേകതയല്ല. അങ്ങനെ പലരെയും നമ്മൾക്ക് കാണാൻ പറ്റും, അങ്ങനെ വേർതിരിച്ച് ചിന്തിക്കുന്ന. പക്ഷെ അവരുടെ
ആ ഒരു കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അത്ര പക്വമായിട്ടുള്ള അവസ്ഥയിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ ചെയ്യാനും പാടില്ല. എന്ത്? ഈ വേർതിരിവ് ചെയ്യാനും പാടില്ല. എല്ലാവരും ഒരുപോലെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ മൂവ്മെന്റ്. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഭക്തന്മാർ എന്ന് പറയുന്ന സെയിം പൊട്ടൻഷ്യൽ ഉള്ള ഭക്തന്മാരാണ്. ഒരു ജീവാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമായിട്ടുള്ള ഓരോ ജീവാത്മാവും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തന്മാരാവാൻ ഈക്വലി പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. ഈക്വലി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു പരിശുദ്ധ ഭക്തനാകാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര സാധ്യതയുണ്ടോ അതേപോലെ തന്നെ സാധ്യതയുള്ള ആൾക്കാരാണ് ഇനിയുള്ള ഓരോ ഭക്തന്മാരും അല്ലെങ്കിൽ ജീവാത്മാക്കൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഭക്തിയിൽ ഇത്ര ഉയർന്നതാണ്, മറ്റുള്ള ആൾക്കാരൊന്നും അത്ര ഉയർന്നതല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം അത് വൈഷ്ണവ അപരാധമാണ്. ഭക്തിയെ മുരടിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളുടെ ഭക്തിയെ മുരടിപ്പിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് ഭഗവാൻ കൂടുതൽ, അതായത് ഭഗവാന്റെ മേഴ്സി കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും കൂടുതൽ വേഗം ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭേദഭാവം എന്ന് പറയുന്നത് മുതിർന്ന ഭക്തന്മാർ, മുതിർന്ന എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ഉയർന്നു വരുമ്പോൾ എല്ലാം ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കി മനസ്സിന് ഭക്തിയില് വന്നിട്ട് ആ ഒരു പക്വത വരുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഭേദഭാവം കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകും, പക്ഷെ അത് അവരുടെ അപക്വമായിട്ടുള്ള ഭക്തിയെയാണ് കാണുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ശ്ലോകം. अथयेव तान् शबरे करि नमस्कार नाम मात्र करि दोष न लभे हमारा. अथयेव तान् शबरे करि नमस्कार नाम मात्र करि दोष न लभे हमारा. എന്ത് പറയുന്നു? I offer my obeisances unto them as a token of respect. I request them not to consider my offenses. കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി എത്ര വിനീതനായിട്ടാണ് പറയുന്നത് നോക്കൂ. എനിക്ക് യഥാർത്ഥത്തിൽ അവരോട് ഒബീസൻസസ് കൊടുക്കാൻ പോലും അറിയില്ല. എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ടോക്കൺ ഓഫ് റെസ്പെക്ട് മാത്രമായിരിക്കും. എന്റെ നന്ദി പ്രകാശിപ്പിക്കാനുള്ള കഴിവിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടാവില്ല ഞാൻ ഇത് ചെയ്യുന്നത്. തീരെ ചെറുതായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഒഫൻസിനെ അവർ കാര്യമായിട്ട് എടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഭക്തന്മാരെല്ലാവരും അത്ര ഉന്നതമായിട്ടുള്ള ഭക്തന്മാരാണ്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയാണ്, ഞാൻ ഏറ്റവും ചെറിയ തലത്തിൽ നിൽക്കുന്ന ഭക്തനാണ്. എനിക്ക് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അറിയാതെ എന്തെങ്കിലും വന്നെങ്കിൽ അപര്യാപ്തത വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അവർ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയുന്നു. ഒരു ഭക്തൻ ഇനി ഒരു ഭക്തനോട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയെ പോലെയുള്ള വളരെ ഉന്നതമായിട്ടുള്ള ഭക്തൻ നമ്മളെ കാണിച്ചു തരികയാണ്. ചൈതന്യ ചരിതാമൃതത്തിന്റെ ഒരു വാക്കും അല്ലെങ്കിൽ ഒരു വേഴ്സും വന്നിട്ട് നമുക്കൊന്നും പഠിക്കാനായിട്ടില്ലാത്തതില്ല. നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും ചൈതന്യ ചരിതാമൃതവും ഒക്കെ വായിക്കുമ്പോൾ ചില വേഴ്സസ്, എന്തിനാണ് ചില വേഴ്സസ് അവിടെ അങ്ങനെ ഉള്ളത് എന്ന് നമുക്ക് അറിയില്ല. കാരണം ഈ വേഴ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഇതിന്റെ ഓരോ അക്ഷരങ്ങൾ പോലും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി പറയുകയാണ്, അഥേവ താൻ സബാരെ കരി നമസ്കാര നാമമാത്ര കരി ദോഷന ലാഭേ അമാര. എന്റെ ദോഷങ്ങളൊന്നും കാണരുത്. കാരണം എന്താണ്, എനിക്ക് നിങ്ങളോട് നമസ്കാരം അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ചിലപ്പോ അറിയുന്നവനാവില്ല ഞാൻ എന്ന് പറയുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത്. ആര്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. അടുത്ത ശ്ലോകം. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രേമാമരതരോ പ്രിയാൻ ശാഖാരൂപാൻ ഭക്തഗണാൻ കൃഷ്ണ പ്രേമ ഫലപ്രദാൻ. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രേമാമരതരോ പ്രിയാൻ ശാഖാരൂപാൻ ഭക്തഗണാൻ കൃഷ്ണ പ്രേമ ഫലപ്രദാൻ. വന്ദേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രേമാമരതരോ പ്രിയാൻ ശാഖാരൂപാൻ ഭക്തഗണാൻ കൃഷ്ണ പ്രേമ ഫലപ്രദാൻ. എന്തു പറയുന്നു? ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ I offer my obeisances to all the dear devotees of Sri Chaitanya Mahaprabhu.
the eternal tree of love of Godhead. I offer my respects to all the branches of the tree, the devotees of the Lord who distribute the fruit of love of Krishna. എല്ലാ ഭക്തന്മാരെയുമാണ് ആര് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ വന്ദിക്കുന്നത്. ഇത് 7ാമത്തെ ശ്ലോകം വരെ, 1 മുതൽ 7ാമത്തെ ശ്ലോകം വരെ എന്ന് പറയുന്നത് പ്രേയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കണ്ടത് കണ്ടതെല്ലാം പ്രേയേഴ്സ് ആണ്. അതായത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ആരാണ്? പ്രേമ അമര തരോ. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, പ്രേമ കൃഷ്ണപ്രേമത്തിന്റെ, അമര തരു എറ്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള കൃഷ്ണപ്രേമത്തിന്റെ ആ പ്രത്യേകതയുള്ള ചൈതന്യ വൃക്ഷം. അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആണ് ആ വൃക്ഷം. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രിയാൻ ഡിവോട്ടീസ്, ഭക്തന്മാർ ആരാണ്? ആ ഭക്തന്മാർ ശാഖാരൂപാൻ, ആ വൃക്ഷത്തിന്റെ ശാഖകളെ പോലെയാണ് അവർ. ആ ശാഖകളാണ് എന്ത് ചെയ്യുന്നത്? ഈ വൃക്ഷത്തിൽ നിന്ന്, അതായത് വൃക്ഷം വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ, അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ആ കയ്യില് വേരുകളിൽ നിന്നും വൃക്ഷത്തിന് എടുക്കുന്ന ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നു? ഈ ശാഖകളാണ് ഫലങ്ങളാക്കി മാറ്റുന്നത്. ആ ഫലങ്ങളാണ് എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൃഷ്ണ പ്രേമ ഫലപ്രദാൻ. എന്താണ് ആ ഫലം? കൃഷ്ണപ്രേമം. ചൈതന്യ മഹാപ്രഭു എന്ന ആ വലിയ വൃക്ഷത്തിന്റെ ഫലം, മധുരമുള്ള ഫലം, കഴിച്ചു കഴിഞ്ഞാൽ ഉന്മത്തരാകുന്ന ഫലം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണപ്രേമമാണ്. കൃഷ്ണപ്രേമ ഫലപ്രദാൻ. അപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, എല്ലാ പ്രീച്ചേഴ്സിനെയും നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു വലിയ പാഠം തരികയാണ്. ഇവിടെ പ്രഭുപാദ് വളരെ മനോഹരമായിട്ട് ആ പർപ്പൂട്ടിൽ എഴുതിയിട്ടുണ്ട്. ടു ചാസ്റ്റൈസ് സച്ച് ഫൂൾസ്. എന്താണ്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരെയാണ് ഫൂൾസ് എന്ന് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. എന്താണ്? അതാണ് എൻവിയസ് ആയിട്ടുള്ള നമ്മൾ ഈ പ്രകാരം, അയാൾ ചെറുതാണ്, അയാൾ വലുതാണ്, അയാള് നിറം അങ്ങനെയാണ്, അയാളുടെ സംസാരം എങ്ങനെയാണ്, അയാളുടെ ഭാഷ എങ്ങനെയാണ്, അയാളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്, നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അപ്പൊ പ്രഭുപാദ് നമ്മളോട് പറയുകയാണ് ടു ചാസ്റ്റൈസ് സച്ച് ഫൂൾസ്. അങ്ങനെയുള്ള മണ്ടന്മാർ, നമ്മളെയാണ് മണ്ടന്മാരെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫൂൾസ് എന്ന് വിളിക്കുന്നത്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വെരി ഫ്രാങ്ക്ലി സേസ്, കേഹ കരിബാരെ നാരെ ജ്യേഷ്ഠ ലഘുക്രമ. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എനിവൺ ഹു ഈസ് എ ബോണഫൈഡ് പ്രീച്ചർ ഓഫ് ദ കൾട്ട് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു മസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ ടു ദ റിയൽ ഡിവോട്ടീസ് ഓഫ് ലോർഡ് ചൈതന്യ. ചൈതന്യ മഹാപ്രഭുവിന്റെ പരിശുദ്ധ ഭക്തന്മാരെ എല്ലാവരെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യണം. One should not be envious, considering one preacher to be very great and another to be very lowly. സംസാരിക്കുന്നതിന്റെ വ്യത്യാസം കൊണ്ടും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന്റെ വ്യത്യാസം കൊണ്ടും ചില സ്പീക്കേഴ്സിനെ നമുക്ക് ഇഷ്ടമായിരിക്കും, ചില സ്പീക്കേഴ്സിനെ നമുക്ക് ഇഷ്ടമായിരിക്കുകയില്ല. പക്ഷേ ഒരു പരിശുദ്ധ ഭക്തനായി തീരേണ്ട, പാകത വന്ന ഭക്തിയിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ള ആൾ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഓരോ പ്രീച്ചേഴ്സും ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണപ്രേമം എന്ന് പറയുന്ന ആ ഫലത്തിനെയാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ആ ഫലത്തിനെ തരുന്നത് ചിലപ്പോൾ പലതരത്തിലായിരിക്കാം. കടുകട്ടിയുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ വഴക്ക് പറയുന്ന തരത്തിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആ ഫലത്തെ തരുന്നതായിരിക്കും. ഈ രണ്ടുപേരും പക്ഷെ ഫലം തന്നെയാണ് തരുന്നത്. ഫലം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. എന്ത് തരത്തിൽ തരുന്നു എന്നുള്ളത്, ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ട് തരാം, ചിലപ്പോൾ നമ്മൾക്ക് സ്നേഹത്തോടു കൂടി തരാം. ഇത് രണ്ടും വന്നിട്ട് ഗുരു എന്ന് പറയുന്നത് പലപ്പോഴും ഹെവി ആയിട്ട് നമ്മളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവാം, അവസ്ഥയും ഉണ്ടാകാം. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം. ഇത് രണ്ടും ഒരുപോലെ എടുത്തുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ ഭേദഭാവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. This is a material distinction and has no place on the platform of spiritual activities. അപ്പൊ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ ഈ ചാപ്റ്ററിൽ, ആദിലീല 10ാമത്തെ ചാപ്റ്ററിലെ 7 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്താണ് നമ്മൾ കണ്ടത്? പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ് കണ്ടത്. ഈ
ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന പരിശുദ്ധ ഭക്തന്മാർ എല്ലാവരും ഭേദഭാവമില്ലാതെ ഉള്ള ഡിവോട്ടീസ് ആണ്. നമ്മളും ആ പ്രകാരം ഈ പറയുന്ന ആൾക്കാരുടെ ലീലകളെല്ലാം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്ന് അപക്വമായിട്ടുള്ള ഭക്തിയോടുകൂടി ചിന്തിക്കരുത്. ഇതെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ 7ാമത്തെ ശ്ലോകം വെച്ച് നമുക്ക് ഇന്ന് നിർത്താം. അടുത്ത ക്ലാസ്സിൽ അതിനുശേഷമുള്ള ശ്ലോകങ്ങൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, ഓൾ മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് മാതാജി പറഞ്ഞു തന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ചൈതന്യ ചരിതാമൃതം എന്താണെന്ന് പോലും എനിക്കറിയില്ല. മാതാജി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത്. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നത്. ചൈതന്യ ചരിതാമൃതത്തിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളുടെ കൂട്ടത്തിലാണ് ഞാൻ പെടുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് കിട്ടുന്ന ഒരു സേവനമാണ്. എന്താണ് ചൈതന്യ ചരിതാമൃതം എന്ന് ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. അതേപോലെ മാതാജി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി ഇങ്ങനെ ക്ലാസ് നോക്കുമ്പോഴേ അത് കൂടുതൽ മനസ്സിലാവും. മറ്റത് വെറുതെ വായിച്ചു പോയാലേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോ ഈ ചാപ്റ്റർ തീരുമായിരിക്കും. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വായിക്കും. ഇനി 164 ശ്ലോകങ്ങളാണ് ഉള്ളത്. എന്നാലും ഒരാഴ്ച കൊണ്ട് തീരത്തില്ലായിരിക്കും അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, കമന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം തെറ്റാണെന്ന് നിങ്ങളുടെ അറിവ് കൊണ്ട് എന്തെങ്കിലും തിരുത്തലുകളോ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. മാതാജി, നമ്മളിപ്പോ ചരിതാമൃതത്തിൽ പറയണ്ടല്ലോ, ഇങ്ങനെ ബലം കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസാദം കൊടുത്തോണ്ട് അവര് മോക്ഷം കിട്ടി. കേൾക്കണില്ലേ മാതാജി ഞാൻ പറഞ്ഞത്? പറയണ്ട. പക്ഷെ ചില സ്ഥലങ്ങളില് ചില പ്രഭുക്കന്മാര് നായ്ക്കൊന്നും പ്രസാദേ കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാന് കേട്ടിരിക്കുന്നത്. ഭോഗ വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വെൽക്കം അല്ല. ബാക്കി ആർക്ക് വേണമെങ്കിലും, ഇപ്പൊ നമ്മൾ പ്രഭുപാദിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ, പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോകുമ്പോൾ അവിടെ ഒരുപാട് താറാക്കൂട്ടങ്ങൾ വന്നിട്ട് ആ ലേക്സിലൊക്കെ കാണും. അപ്പൊ പ്രഭുപാദ് പോപ്കോൺ വാങ്ങിച്ചിട്ട് ഇവർക്കൊക്കെ കൊടുക്കും. ശിഷ്യന്മാരോടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ ഒരു സമയത്ത് എഴഞ്ഞു പോകുന്ന ഒച്ചിന്റെ അടുത്ത് ചെന്ന് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാതാജിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പ്രഭുപാദ് അങ്ങനെ ഒരു സ്പീഷീസിനെയും വന്നിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പ്രത്യേകത എന്താണ്, നമ്മൾ പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂച്ച, നായ ഇങ്ങനെയുള്ള സ്ഥിരം നമ്മളുടെ വീട്ടിനകത്ത് അവര് വെൽക്കം അല്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഭക്തന്മാർ എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കുന്ന സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ പ്യുവർ ആയിട്ടിരിക്കണം എന്ന് നിർബന്ധമുള്ള വ്യക്തികളാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ വന്നിട്ട് പൂച്ച, നായ ഇവരെയൊക്കെ വന്നിട്ട് വീട്ടിനകത്ത് അങ്ങനെ കയറ്റാൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് പ്രസാദം കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ചൈതന്യ മഹാപ്രഭുവും കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നായുടെ സ്റ്റോറി ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, നന്നായിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ആദ്യം തൊട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. മാതാജിയുടെ സ്പഷ്ടതയും ഓരോരു വേർഡ് ബൈ വേർഡ് പറഞ്ഞു തരുന്ന സ്റ്റൈൽ എനിക്ക് ഞാനൊരു ഭയങ്കരമായ ഫാനാണ് മാതാജിയുടെ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ശനിയാഴ്ച നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ഫെസ്റ്റിവൽ ആണ്, ബ്രഹ്മോത്സവമാണ്. അപ്പൊ വേണ്ട മാജി, അതിന്റെ അടുത്ത ക്ലാസ്സിൽ. ശനിയാഴ്ച എല്ലാം. ഓക്കെ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.